ഭരത് സാർ ഉൾപ്പെടെ കമൽ സാർ ഉൾപ്പെടെ ഉള്ളവരുടെ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി കാസ്റ്റ് ചെയ്ത ആൾക്കാരെ കൊള്ളാം, നിങ്ങൾ കാണൂ. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുത്തുന്നുണ്ട്. നല്ല പടം, എല്ലാവരും കാണണം, വർത്താണ്. സൂപ്പർ, ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളി. നല്ല പടം അടിപൊളി പടം, ഒരു രക്ഷയില്ല. ത്രില്ലിംഗ് തന്നെ, പടം മൊത്തം ത്രില്ലിംഗ് തന്നെ. കണ്ടിട്ട് നിങ്ങൾ തന്നെ കാണും, ഞാൻ സസ്പെൻസ് കളയുന്നില്ല. അഭിനയം കൊള്ളാം, യൂഷ്വൽ നല്ല അഭിനയിക്കുന്നുണ്ട്. ത്രില്ലറാണ്, പക്ഷെ കൂടുതൽ പറയത്തില്ല, ആളുകൾ പോയി കാണണം. എന്തായാലും ഡീസൻറ്റ് ത്രില്ലറാണ്, വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് ഇടയ്ക്ക് ചെറിയ ലാഗ് ആവുന്നുണ്ട്, എങ്കിലും ഓക്കെ, ഡീസൻറ്റ് ത്രില്ലറാണ്, കുഴപ്പമില്ല. എല്ലാം എങ്ങനെയാണെന്നൊക്കെ ആദ്യം പറയുന്നുണ്ട്, പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുത്തുന്നുണ്ട്, നമുക്ക് ബോറടിപ്പിക്കുന്നില്ല. വൺ ടൈം സുഖമായിട്ട് കാണാം, വലിയ പ്രശ്നം ഇല്ല, കുഴപ്പമില്ല. ഗംഭീരമായിരുന്നു. ആസിഫ് അലിയുടെ ഒരു കരിയർ ബെസ്റ്റ് സിനിമയായിരിക്കും ഈ സിനിമ. ഒരു 2020 നല്ലൊരു തുടക്കമായിരിക്കും ഈ സിനിമ. ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ടെങ്കിൽ അത് സിനിമയ്ക്ക് വേണ്ടി പല സിനിമകൾ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ ഒരു കരുത്തെന്ന് പറയുന്നത്. തീർച്ചയായും നല്ലൊരു സിനിമ, എല്ലാവർക്കും കുട്ടികളും കുടുംബക്കാരൊക്കെ ഒന്ന് കാണാമെന്നുള്ള നല്ലൊരു ത്രില്ലർ മൂവിയായിരുന്നു. നന്നായിരിക്കുന്നു. പഴയ ഒരു കാതോട് ആയിട്ടുള്ള കണക്ഷനൊക്കെ നന്നായി ഉണ്ട്, കണ്ടു നോക്കിയാൽ മതി. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മൂവി. സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്, അല്ലാതെ വില്ലനെ ലാസ്റ്റ് ക്ലൈമാക്സ് ആ സെറ്റപ്പ് അല്ല. ആ ട്രെയിലർ പറയുന്നത് തന്നെയാണ് സിനിമ. പിന്നെ ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതുവരെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറാണ്. അത് ഇനി ഉണ്ടാകുന്നതാണ്, കാരണം ഇതിൻ്റെ പിറകിൽ ഭയങ്കര ഒരു റൈറ്റിംഗ് ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. അതായത് ഒരു സിനിമയല്ല സത്യം പറഞ്ഞാൽ, അത് കാണുമ്പോൾ മനസ്സിലാവും. കാതോട് മാത്രമല്ല, വേറെയും കുറേ സിനിമകളുടെ റെഫറൻസ് ഉണ്ട്. ആ റെഫറൻസുകളുടെ സിനിമയിൽ കണക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, സംവിധായക ജോഫിന് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അല്ലാതെ അത് പറ്റില്ല. പിന്നെ ഒരുപാട് റെഫറൻസ്, ഒരുപാട് ഭരത് സാർ ഉൾപ്പെടെ കമൽ സാർ ഉൾപ്പെടെ ഉള്ളവരുടെ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി കാസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ലെവല് ഗംഭീരമായിട്ടുണ്ട്, അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് ആയിരിക്കും എല്ലാവരും പറയുന്ന ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി, ടൊറന്റിനോയുടെ പടം. അതല്ലെങ്കിൽ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഹേറാമാണ് ഹിസ്റ്ററി, ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്. ഇത് നടന്നു പോകാമെന്ന് ചോദിച്ചാൽ നടന്നതല്ല, പക്ഷേ ആ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഗംഭീരമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ആദ്യം തുടക്കമാവട്ടെ, ഇനി ഇതുപോലെ സിനിമകൾ വരട്ടെ. കുഴപ്പമില്ല, നൈസ്, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം, നിങ്ങൾ കാണൂ. എൻ്റെ അങ്ങനെ ഹിറ്റെന്നൊന്നും പറയാൻ പറ്റില്ല, നൈസായിട്ടുണ്ട്. ആസിഫിന്റെ പെർഫോമൻസ് നന്നായിരുന്നു. പിന്നെ പുഷ്പ നന്നായിരുന്നു. പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നന്നായിട്ടുണ്ട്. മേ ബി എടുത്തു പറയേണ്ട ചില ഡയലോഗ്സ് നമുക്ക് അവരുടെ മാനറിസംസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, കുറച്ച് ഇമോഷണലി ഡൗൺ ആക്കും. പിന്നെ നന്നായിട്ടുണ്ട്, എല്ലാം നല്ല പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അനശ്വര നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനും. കണ്ട് നല്ല പടം, എല്ലാവരും കാണണം, വർത്താണ്, നമ്മൾ പോയ വർത്താണ്.